നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 5 ബുധനാഴ്ച മകരഭരണിയാണ്. ദേവി ആരാധനയ്ക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ദിവസമാണ് മകരഭരണി. മകരമാസത്തിലായതുകൊണ്ടാണ് മകരഭരണി എന്ന് പറയുന്നത്. കേരളത്തിലെ നൂറുകണക്കിന് ദേവീക്ഷേത്രങ്ങളിൽ മകരഭരണി ദിവസം ഉത്സവവും താലപ്പൊലിയും ഗുരുതി സമർപ്പണവും വിശേഷാൽ പൂജകളുമൊക്കെ നടക്കാറുണ്ട്. ഉത്തരായനത്തിലെ ആദ്യത്തെ 3 ഭരണി ദിവസങ്ങളും ഒരു വർഷത്തെ ഉത്തരായന കാലമെന്നും ദക്ഷിണായന കാലമെന്നും 2ആയി പകുത്തിരിക്കുന്നു. 6 മാസം വീതമാണ് ഓരോ കാലവും. ഉത്തരായന കാലത്തിൽ ദേവകാര്യങ്ങൾക്കാണ് പ്രധാനം. എന്നാൽ ദക്ഷിണായന കാലത്തിൽ പിതൃകാര്യങ്ങൾക്കും. ഉത്തരായന കാലം ആരംഭിക്കുന്നത് മകരം 1 മുതലാണ്. ഉത്തരായനത്തിലെ ആദ്യത്തെ 3 മാസങ്ങളിലും വരുന്ന ഭരണി ദിവസങ്ങളും, അതായത് മകരഭരണി, കുംഭഭരണി, മീനഭരണി എന്നിവ ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഭദ്രകാളി ആരാധനയ്ക്ക് ഉത്തമമായ ദിവസമാണിത്. ശൈവ ചൈതന്യത്തിൽ നിന്നും പിറന്ന ഉഗ്രരൂപിണിയായ ഭദ്രകാളി ദേവിയെക്കുറിച്ചുള്ള മഹിമകൾ ശിവപുരാണത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലും വായുപുരാണത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഭരണി നക്ഷത്രം പൊതുവെ ഭദ്രകാളി ഭാവത്തിലുള്ള ദേവി ആരാധനയ്ക്ക് പ്രധാനമാണ്. ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് കാളി എന്നറിയപ്പെടുന്നത്. ശാക്തേയ പാരമ്പര്യമുള്ള ഇടങ്ങളിൽ എല്ലാം ഭഗവതിയുടെ ആരാധന കാണാം. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ, രാത്രി കാലത്തെ അല്ലെങ്കിൽ സമയത്തെ നിയന്ത്രിക്കുന്നവൾ, കാരുണ്യത്തിൻ്റെ ഭഗവതി എന്നൊക്കെ പല രീതിയിൽ വിശേഷിപ്പിച്ചു കാണാറുണ്ട്. ഭദ്രമായ അഥവാ മംഗളമായ കാലത്തെ നൽകുന്നവൾ, മംഗളകാരിണി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിൻ്റെ അർത്ഥം. കറുത്ത നിറത്തോടുകൂടിയ ഈ ഭഗവതി കരിങ്കാളി എന്നും അറിയപ്പെടുന്നു. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം. ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിലും പ്രബലമാണ്. കേരളീയരുടെ കുലദൈവം ഭദ്രകാളി എന്ന ഭഗവതിയാണ്. കേരളത്തിൽ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും കാണാം. ധർമ്മദൈവം, കുടുംബദൈവം, കുലദൈവം തുടങ്ങിയ ഭാവങ്ങളിൽ ഒക്കെ കേരളത്തിലെ കുടുംബങ്ങളിൽ ഭഗവതിയെ ആരാധിക്കുന്നു. ചൊവ്വ, വെള്ളി, അമാവാസി, പൗർണമി, മാസത്തിലെ 1-ാം തീയതി, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവ ദിവസങ്ങൾ ഭദ്രകാളി പൂജയ്ക്ക് പ്രധാനമാണ്. നവരാത്രി, ഭരണി, മകരച്ചൊവ്വ, 10-ാം ഉദയം, കർക്കിടക മാസം, അപര ഏകാദശി, ദീപാവലി, തൃക്കാർത്തിക എന്നിവ ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള വിശേഷ ദിവസങ്ങളാണ്. ശനിദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ശനിയാഴ്ച ഭദ്രകാളി ആരാധന നടത്തുന്നത് പ്രധാനമാണ് എന്ന് വിശ്വാസമുണ്ട്. ശാക്തേയ വിശ്വാസപ്രകാരം ശനിയെ നിയന്ത്രിക്കുന്ന ഭഗവതി കൂടിയാണ് കാളി. ഭദ്രകാളിയുടെ തിരുനാളാണ് ഭരണി. കാളി ദാരികന്റെ മേൽ വിജയം നേടിയ ഭരണി പല രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. കാളിയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന ദിവസമാണ് ഭദ്രകാളി ജയന്തി എന്ന് വിശ്വാസം. മേടമാസത്തിലെ അപര ഏകാദശിയാണ് ഭദ്രകാളി ജയന്തിയായി ആചരിക്കുന്നത്. അർദ്ധരാത്രി ഏകദേശം 12 മണി മുതൽ പുലർച്ചെ 3 വരെയുള്ള സമയമാണ് കാളിയാമം എന്നറിയപ്പെടുന്നത്. കാളിയാമത്തിലെ ഭദ്രകാളി പൂജ ഭഗവതിയുടെ അനുഗ്രഹത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് വിശ്വാസം. ഭദ്രകാളി മാഹാത്മ്യം, കാളികാ പുരാണം തുടങ്ങിയവ പ്രകാരം ആദിശക്തി കാളി പ്രപഞ്ചനാഥയാണ്. അതിനാൽ ജഗദംബ എന്നറിയപ്പെടുന്നു. ആ ഭഗവതി സർവരക്ഷകയായ അധർമ്മനാശിനിയായ, ഭക്തരെ രക്ഷിക്കുന്ന, ദുഷ്ടരെ ശിക്ഷിക്കുന്ന, മോക്ഷദായിനിയായ, കരുണാമയിയായ, മാതൃവാത്സല്യമുള്ള, സാത്വികയായ ജഗദീശ്വരി തന്നെയാകുന്നു. സംഹാരം, ശക്തി, വിജയം, കുലത്തിൻ്റെ രക്ഷ, കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, ദുഷ്ടരിൽ നിന്നും രക്ഷ, ഭയമോചനം, ഐശ്വര്യം, സമ്പത്ത്, രോഗമുക്തി, ദുഃഖനാശം, വിദ്യ, മോക്ഷം എന്നിവയ്ക്കെല്ലാം ഭദ്രകാളിയെ ഉപാസിക്കുന്നത് ഉത്തമമാണ്. മകരഭരണി വ്രതമെടുത്തും ഭദ്രകാളിയെ ഭജിക്കാവുന്നതാണ്. മകരഭരണി ദിവസം ഉച്ചയ്ക്ക് 1 നേരം അരിഭക്ഷണം കഴിച്ചും
മറ്റു 2 നേരങ്ങളിൽ പാൽ, പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ്. ചിലർ ഉപവസിച്ചുകൊണ്ടും വ്രതം എടുക്കാറുണ്ട്. പിറ്റേന്നു രാവിലെ ക്ഷേത്ര ദർശനത്തിനു ശേഷം വ്രതം വീടാവുന്നതാണ്. തുടർച്ചയായ ഈ 3 മാസങ്ങളിൽ വ്രതമെടുക്കുന്നതുകൊണ്ട് മകരം, കുംഭം, മീനം മാസങ്ങളിലെ ഭരണി വ്രതമെടുത്താൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഫലം. അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസം, രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി, ചെമ്പട്ട് സമർപ്പിക്കൽ, ചെമ്പരത്തിമാല, തെച്ചിപ്പൂമാല, നാരങ്ങാമാല എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. വാളും ചിലമ്പും സമർപ്പിക്കൽ, ഗുരുതി, പൊങ്കാല എന്നിവയൊക്കെ ഭഗവതിയുടെ ഇഷ്ടപ്പെട്ട പ്രധാന വഴിപാടുകളാണ്. ഭദ്രകാളി സന്നിധികളിലെ പ്രധാന വഴിപാടാണ് ഗുരുതി. ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിട്ടുള്ളത്. അസുരനെ നിഗ്രഹിക്കാനായി അവതരിച്ച ദേവിയുടെ രൂപം. അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകി ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ് ദുർഗയുടെ കറുത്ത ഭാവമായ കാളിയുടെ ധർമ്മം. വേദങ്ങളിൽ അഗ്നിയുമായി ബന്ധപ്പെടുത്തിയാണ് രുദ്രന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നുമാണ് കാളിയെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവായ ശക്തിയെ തന്നെ മകളായും കഥകളിലൂടെ വ്യാഖ്യാനിക്കുന്നു. ശക്തി സ്വരൂപിണിയായ ഈ ദേവിയെ പല രൂപത്തിലും ആരാധിക്കുന്നുണ്ട്. താന്ത്രികർ 30ലധികം ഭാവങ്ങളിൽ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിവിധ രൂപത്തിൽ ആരാധിക്കുന്നു എന്ന് പറയുന്നു. കാളി എന്ന വാക്ക് കല എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാണ്. കല സമയത്തെ കുറിക്കുന്നു. കാളി സമയത്തിൻ്റെ ദേവി കൂടിയാണ്. ദുർഗയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ്. പുറത്തേക്ക് നീട്ടിയ നാവ്, ഒരു കൈയിൽ ശരീരം വേർപെട്ട തല, വാർന്നൊലിക്കുന്ന രക്തം, അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയിട്ടിരിക്കുന്നു. ഭയാനകമായ ഈ രൂപത്തെ പൂജിക്കുന്നതിനു പിന്നിലും ഒരു രഹസ്യമുണ്ട്. നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്ന തത്വം. കാളിയെ ഇത്രയും ഭീകരിയാക്കിയ ചിത്രകാരൻ ഓരോ അംഗങ്ങൾക്കും പ്രതീകാത്മകമായി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. കാളിയുടെ പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന നാവ് മൗനത്തെ സൂചിപ്പിക്കുന്നു. നാവ് പുറത്തേക്ക് നീട്ടിയാൽ സംസാരിക്കാൻ കഴിയില്ല. കണ്ണിലെ കൃഷ്ണമണിയുടെ കറുപ്പാണ് കാളിക്ക്. ഈ കറുത്ത മണി ഇല്ലായിരുന്നെങ്കിൽ കാഴ്ചയില്ല, ജ്ഞാനമില്ല. കാളി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്, പ്രകാശം നൽകുന്നവളാണ്. ജ്ഞാനത്തിൻ്റെ പ്രകാശം മൗനത്തിലാണ്. ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ അഹങ്കാരത്തിൻ്റെ ഉറവിടമാണ് തല. നിങ്ങൾക്ക് ഒരാളോട് വെറുപ്പ് തോന്നുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെ ശരീരത്തോടല്ല, ദുഷ്ചിന്തകളുള്ള ശിരസിനോടായിരിക്കും. ഒരുവന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവ് പരിമിതമാണ്. ലോകം പരിമിതമായ അറിവിൽ കുടുങ്ങിക്കിടക്കുന്നു. ശാസ്ത്രവും ഈ പരിമിതമായ അറിവാണ് നൽകുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള അറിവ് ആന്തരികമായ ജ്ഞാനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടാൻ സാധ്യമല്ല. തല മുറിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം അഹങ്കാരത്തെ ഇല്ലാതാക്കി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ധ്യാനാവസ്ഥയിൽ എത്തിച്ചേരുക എന്നാണ്. ആ ജ്ഞാനത്തിലൂടെയാണ് ലോകത്തെ അറിയേണ്ടത്. ദേവിയുടെ ഒരു കൈയിൽ അഭയമുദ്രയും മറുകൈയിൽ വരദമുദ്രയുമാണ്. ജീവജാലങ്ങൾക്ക് ഭയത്തെ അകറ്റി ക്ഷേമകരമായിട്ടുള്ളതിനെ ചോദിക്കാതെ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം സർവജ്ഞയാണ് ദേവി. മുറിച്ച കൈകൾ അരക്കെട്ടിൽ ചുറ്റിയിരിക്കുന്നു. കയ്യ് കർമ്മത്തിന്റെ പ്രതീകമാണ്. കർമ്മം ചെയ്യുമ്പോൾ ഫലം അനുഭവിക്കുന്നു. കാളിയമ്മയുടെ നിറം കടും നീലയും കറുപ്പുമാണ്. ഈ 2 നിറവും നിഗൂഢത, അനന്തത എന്നിവയെ സൂചിപ്പിക്കുന്നു. കടലും നീലാകാശവും ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് കാളിയമ്മ. അനന്തതയുടെ പ്രതീകം തന്നെയാണെന്ന് സാരം. അമ്മയുടെ കാർക്കൂന്തൽ ഇടതടവില്ലാതെ നിറഞ്ഞുകിടക്കുന്നു. ആ കാർക്കൂന്തൽ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഓരോ രോമവും ദേവിയുടെ അനന്തമായ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ കാളിയമ്മയുടെ ഗുണങ്ങൾ ആർക്കും വർണ്ണിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നതു തന്നെ. കഴുത്തിൽ കിടക്കുന്ന മുണ്ടമാല അമ്മയുടെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ബുദ്ധിക്ക് അപ്പുറം വിലസുന്നവൾ എന്ന് ചിന്തിക്കാം.
കൂടാതെ പറയപ്പെടുന്നു, ജീവികൾ ഉദയം ചെയ്യുന്നതിന് മുൻപേ ദേവി മുണ്ടമാല ധരിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ സകല ജീവികളുടെ മാതാവാണ് കാളിയമ്മ എന്നതല്ലാതെ വേറെ എന്താണ്? അമ്മ പ്രപഞ്ച മാതാവും കൂടിയാണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. കരം കൊണ്ടുള്ള പാവാടയാണ് അമ്മയുടെ വേഷം. കരം എന്നത് ബലം എന്ന് അർത്ഥം. അതായത് അമ്മയുടെ മാനം തൻ്റെ ബലത്താൽ സംരക്ഷിക്കപ്പെടുന്നു എന്നല്ലേ. തന്നിൽ ഉള്ള ശക്തിയാണ് അമ്മയുടെ വസ്ത്രം. പൊതുവെ അർദ്ധനഗ്ന ആയാണ് കാളിയമ്മയുടെ ചിത്രങ്ങൾ കാണപ്പെടുന്നത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന അമ്മയെ ഏതു വസ്ത്രങ്ങളാൽ മറയ്ക്കുവാനാകും? ഉയർന്ന മാറിടം അമ്മയുടെ മാതൃത്വത്തെ സൂചിപ്പിക്കുന്നു. തൻ്റെ ഭക്തരോടുള്ള അഗാധ മാതൃഭാവം. അമ്മയുടെ കൈകൾ നിറയെ ആയുധങ്ങളാണ്. ഓരോരോ ആയുധങ്ങളും അമ്മയുടെ ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും സൂചിപ്പിക്കുന്നു. വിവേകം ആണ് കയ്യിൽ ഉള്ള വാൾ. സൃഷ്ടിയുടെ പ്രതീകം കയ്യിൽ ഉള്ള ശംഖ്. സ്ഥിതി അമ്മയുടെ കയ്യിലുള്ള പരിച. അങ്ങനെ പോകുന്നു. ധാരാളം കൈകൾ അമ്മയ്ക്കുണ്ട്. എന്നാൽ പാദങ്ങൾ 2 എണ്ണവും. പാദങ്ങൾ അമ്മയുടെ സത്യവും ധർമ്മവും ആണ് സൂചിപ്പിക്കുന്നത്. അമ്മയിൽ നിന്ന് ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവർ അമ്മയുടെ കൈകളെയാണ് ആശ്രയിക്കുന്നത് എന്ന് അർത്ഥം. അപ്പോൾ അമ്മ അതായത് കൈകളാൽ അനുഗ്രഹിക്കുന്നു. എന്നാൽ സത്യവും ധർമ്മവും മാത്രം ആശ്രയിക്കുന്ന ഉത്തമ ഭക്തർ അമ്മയുടെ പാതാരവിന്ദം ആണ് ആശ്രയിക്കുന്നത്. അപ്പോൾ എന്തു സംഭവിക്കുന്നു? അമ്മയുടെ കൈകളെല്ലാം അവനിൽ അനുഗ്രഹം ചൊരിയുന്നു. അമ്മയുടെ പാദങ്ങൾ ചലനാത്മകം ആയി കാണപ്പെടുന്നു. അമ്മയുടെ ഒരു പാദം പരമശിവന്റെ മാറിലാണ് ചവിട്ടി നിൽക്കുന്നത്. ഇവിടെ പരമശിവൻ നിശ്ചല ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ പ്രകൃതി. ചലനാത്മകം ആയ പ്രകൃതി തന്നെയല്ലേ മഹാമായയായ കാളിമാതാവ്. ഇങ്ങനെ നോക്കുമ്പോൾ കാളിയമ്മയുടെ തത്വം ശരിക്കും അദ്വൈതബോധം നൽകുന്ന ഒരു മഹാസങ്കല്പം തന്നെയല്ലേ. ഭദ്രകാളി പ്രീതികരങ്ങളായ സഹസ്രനാമങ്ങൾ, ഭദ്രകാളി അഷ്ടോത്തരം, ഭദ്രകാളി 10 എന്നിവ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. ഭദ്രകാളി ധ്യാനം. കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലധാരികശിര കൃത്വാ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ടസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാതിവിപതാം സംഹാരിണീം ഈശ്വരീം. കാർമേഘത്തിന്റെ നിറത്തോടും 3 കണ്ണുകളോടും കൂടിയവളും വേതാളത്തിന്റെ കഴുത്തിലിരിക്കുന്നവളും കൈകളിൽ വാൾ, പരിച, തലയോട്ടി, ധാരികന്റെ തല എന്നിവ ഏന്തിയവളും ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, സപ്തമാതൃക്കൾ എന്നിവരോട് കൂടിയവളും മുണ്ടമാല ധരിച്ചവളും വസൂരി തുടങ്ങിയ വിപത്തുക്കളെ ഇല്ലാതാക്കുന്നവളുമായ സർവേശ്വരിയായ കാളിയെ ഞാൻ വന്ദിക്കുന്നു. നന്ദി.